പറയുമ്പോഴും ഇന്ന് രാവിലെ മുതൽ ഷാഫി പറമ്പിലിനെ പോലീസ് ലാത്തി കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പോലീസ് ഷാഫിയെ അടിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ അത് പോലീസിന്റെ വാദങ്ങളെ തള്ളുന്ന ഒന്നല്ലേ? നിങ്ങൾക്ക് അങ്ങനെ പറയാം. ഞാൻ ഇന്നലെ പേരാമ്പ്രമുണ്ട്. കാരണം പോലീസ് ലാത്തി വീശുന്നത് ഷാഫി പറമ്പിന് നേരെയല്ല. ഷാഫി പറമ്പിൽ പോലീസിനെ കയ്യേറ്റം നടത്തി പോലീസിന്റെ ആ സംരക്ഷണ വലയം ഭേദിച്ച് അതിനെ അലങ്കോലപ്പെടുത്തിയപ്പോൾ ആളുകളെ വിരട്ടി ഓടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ലാത്തി വീശിയത്. ആ ലാത്തി വീശിയ വിഷയം ഇതിനൊരു ഘടകമേ അല്ല. അതിനു മുമ്പ് നടന്ന സംഭവം കൂടെ അവിടെ കാണണമല്ലോ. അവിടെ ക്യാമറയിൽ എടുത്തവർ വസ്തുതാപരമായി കാണുമ്പോൾ അതുകൂടി കാണണം. അതാണ് അക്കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെയാണ് അവർ പദ്ധതി ഇട്ടിരിക്കുന്നത്. CPM ഏതെങ്കിലും തരത്തിൽ ഇതിനെ പ്രതിരോധിക്കുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തികച്ചും സമാധാനപരമായ ഒരു അന്തരീക്ഷം പേരാമ്പ്ര സൃഷ്ടിക്കണമെന്ന നിലയിൽ ഇന്നലെ തന്നെ ഞാൻ LDF നേതാക്കന്മാരും അത് പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും സംഘടന ഉണ്ടാക്കാനോ, ഞങ്ങൾക്ക് പേരാമ്പ്ര എത്ര സ്വാധീനമുണ്ടെന്നൊക്കെ നന്നായിട്ട് അറിയാം, എല്ലാവർക്കും അറിയാം. ഇന്നലെ ഇദ്ദേഹം അവിടെ നിന്ന് എന്ത് വിളിച്ചു പറയുന്നു എന്ന് അറിയില്ല. പേരാമ്പ്ര നിങ്ങളെ സ്വാധീനം കഴിയാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാലക്കാട് നിന്ന് വന്നിട്ട് ഇന്നലെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും വിളിച്ചു കൂവിയാൽ ആ വിളിച്ചു കൂവൽ കേൾക്കുന്ന ജനങ്ങളല്ല അവിടെ. ഞങ്ങൾക്കിപ്പം മെനഞ്ഞാന്നൊരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ അനിഷ്ട സംഭവം എന്ന് പറയുന്നതും CKG കോളേജിനകത്ത് UDFന്റെ ഒരു പറ്റം ചെറുപ്പക്കാർ വന്ന് SFIയുടെ ബാനറും അതേപോലെ കൊടിയൊക്കെ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാക്തർക്കവും ചെറിയ രീതിയിലുള്ള ഒരു ഉന്തും തള്ളും നടന്നു. ആ കാര്യത്തിനാണ് UDF ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചത്. മറ്റൊരു സംഭവം അവിടെ നടന്നിട്ടില്ല. ശരി, UDF ഹർത്താൽ നടത്താൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളത് ഇന്നലെ കാലത്ത് പഞ്ചായത്ത് ഓഫീസിൽ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം നടത്തി. ഞങ്ങൾ എന്നിട്ട് സമാധാനപരമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നീക്കുന്നത്. ഞങ്ങളവിടെ സംഘടന നടത്താനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാനോ അല്ല ശ്രമിക്കുന്നത്. എല്ലാവരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളതും സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ജനാധിപത്യപരമായി നമുക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയുക എന്ന സമീപനം സ്വീകരിക്കണമെന്ന അഭിപ്രായമാണ് LDFനും അതേപോലെ തന്നെ ഞങ്ങൾക്കെല്ലാം ഉള്ളത്.